പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ നൂഡിൽസാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി കേട്ടാണ്. അപ്പോൾ പിന്നെ നമ്മുടെ രസം ചാനലിൽ മൂന്നാമത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. പിന്നെ ഞാനും സരിതയും ചേക്കും കൂടിയിട്ട് ഒരു ഹെൽമെറ്റ് ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു കുഞ്ഞ് 2 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ലിങ്ക് ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ നൂഡിൽസിലേക്ക് കിടക്കാം. നമ്മൾ 300 ഗ്രാം നൂഡിൽസാണ് എടുക്കുന്നത്. ആദ്യം തന്നെ ഇത് വേവിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ചധികം വെള്ളം, ഈ നൂഡിൽസ് മുങ്ങി എടുക്കുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക. പിന്നെ ഒരു സ്വല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഉപ്പ് ഈ നൂഡിൽസിലുണ്ടാവും, എന്നാലും ഇതിൽ വേണം. പിന്നെ ഈ നൂഡിൽസില്ലേ ഇതിലേക്ക് ഇടുക. ഒരു 2 മിനിറ്റ് മതിയിട്ടല്ലേ. ഈ നൂഡിൽസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ അധികം ഉപ്പൊന്നും ചേർക്കണ്ട, കറക്റ്റ് പാത്രത്തിൽ ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ ഈ ഓയിൽ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരസ്പരം ഒട്ടി പിടിക്കാണ്ടിരിക്കുക തന്നെ. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടാണ് ഈ സാധനം വെന്തു. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഇത് ഊറ്റിയെടുക്കണം. ഊറ്റിയിട്ട് വെള്ളത്തിലിടണം, പച്ചവെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് വാലാൻ വെക്കണം കേട്ടോ. നൂഡിൽസ് നമ്മൾ വാലാൻ വെച്ചു, അതിൻ്റെ വെള്ളം പോട്ടെ. നമ്മളിതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമുക്ക് 100 ഗ്രാം ആവശ്യമുള്ള ഇത്രയ്ക്കധികം ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പകുതി, പല കളറാണ് ഞാൻ എടുത്ത് കൊണ്ടത് കേട്ടോ. നമ്മളിത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കണം. നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ട് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, ഇതേപോലെ തന്നെ ഒരു ക്യാരറ്റ് അരിയാം. രണ്ട് സബോള ഇതുപോലെ തന്നെ. ഈ സാലറി വാങ്ങിക്കാൻ കിട്ടും. ഈ സാലറി ഇതിങ്ങനെ ചെറുതായിട്ടുണ്ട് അരിയ. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ. പിന്നെ ഈ ലീക്സിൻ്റെ ഇത് കിട്ടും. ഈ സാധനം ഒരെണ്ണം കേട്ടോ. ഇത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തലയിൽ ഇത് നമുക്ക് ചെത്തി കളയാം. ഇവിടെ നിന്ന് ഇത്രയ്ക്കേണ്ട കളയാം. കളഞ്ഞ് ഇതിങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഈ സെൻറ്റർ ഒന്ന് മുറിക്കുക. സെൻറ്ററിൽ നിന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഇടയിൽ ചെളി ഉണ്ടോ നോക്കണം. കേട്ടോ. ഇല്ല, ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ നന്നായി കഴുകണം. ഇതിൻ്റെ ഇല്ല, എന്നാലും ഞാൻ വെറുതെ ഒന്നുകൂടി കഴുകുന്നുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇത് നമ്മൾ ഒരു കാബേജ് ഒരു 10-80 ഗ്രാം എടുക്കുക. കാബേജ് ഒരു 10-80 ഗ്രാം. മഴ പെയ്തപ്പോൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു. ഇറയത്തിരുന്ന് പാചകം ചെയ്യാൻ ചെയ്യും. നമ്മൾ നമ്മുടെ കടായി അടുപ്പത്ത് വെച്ച് ചൂടായി പോകുന്നിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഒരു 3 ടീസ്പൂണോ 3.5 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1.5 സബോള, 2 സബോള എടുത്തിട്ടാ അതിടുന്നു. ഒരു ക്യാരറ്റ്,
പിന്നെ ഒരു 10-80 ഗ്രാം കാബേജ് അരിഞ്ഞത്. ഇതിങ്ങനെ ഇളക്കാം. ശരിക്കും ഗുജറാത്തിലൊക്കെ പാചകം ചെയ്യാതിരിക്കുന്ന പോയില്ലേ, ഗുജറാത്തിലൊക്കെ ഓരോ മറ്റേ വീട്ടമ്മമാര് അടുപ്പ് കൂടിയിരിക്കുന്ന പോയില്ലേ. ഇനി ഇത് ചെറുതായിട്ട് അതായത് ഇതിട്ടിട്ട് ഒരു 1.5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ക്യാപ്സിക്കല്ലേ പല കളറിലുള്ളത് അതിരിക്കുന്നു. ഇത് 3 പേർക്ക് കഴിക്കേണ്ട സാധനമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 3 പേർക്ക്. ഇനി ഇതിലേക്ക് ലീക്സ് മനസ്സിലായി, ലീക്സ് അത് അരിഞ്ഞത് ഇടണം. ലീക്ക് എന്നല്ല പറയാ, എന്തായാലും ഒരു പേരുണ്ടല്ലോ. ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ഒന്നും ഇങ്ങനെ വേവിക്കില്ലല്ലോ അല്ലേ, ചൂടാവാനേ പാടുള്ളൂന്നുണ്ട് ചൈനീസ് സാധനങ്ങളൊക്കെ. ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 1-1.5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഈ ഇതിൽ ശരിക്കും പറഞ്ഞാൽ അജിനോമോട്ടോ ചേർക്കും. അജിനോമോട്ടോ ചേർക്കുമ്പോൾ ഉപ്പ് കുറവ് ചേർത്താൽ മതി. എപ്പോഴും നമ്മൾ ചേർക്കുന്നില്ല. സോയ സോസ് ചേർക്കില്ലേ, സോയ സോസ് അധികം ചേർക്കില്ല. അല്ല അതിൽ ഉപ്പുണ്ടാവില്ല, നല്ലൊരു മണം വരുന്നത്. ഇനി ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സെലറി ഇടണം കേട്ടോ, അരിഞ്ഞു വെച്ച സെലറി. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഉപ്പ് നോക്കാം വേണമെങ്കിൽ. ഉപ്പ് ഒരു സ്വല്പം കുറവാണ്. അപ്പം നമ്മൾ ഇത്തിരി കൂടി ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞ് കറക്റ്റ് ആകുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂണിലധികം കുരുമുളക് പൊടി. ഇത് വെള്ള കുരുമുളക് പൊടിയാണ്. നിങ്ങൾ സാധാരണ കുരുമുളക് പൊടി ചേർത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ഇളക്കാം. ഇതിലൊക്കെ മിനിറ്റുകൾ വേണ്ട കേട്ടോ പാചകമാവാൻ. ഇത് അധികം നേരം ഇട്ട് ആക്കരുത്. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിലധികം സോയ സോസിൽ ഒഴിക്കുക. ചേർക്കാൻ പാടില്ല, വളരെ മണമുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഊറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇളക്കി മറിക്കുന്നു. തീ ഒന്ന് സിമ്മിലിടാട്ടാ. ഇനി നമ്മുടെ കത്തി മുള്ളും നമ്മുടെ കയ്യിലില്ല, നമ്മൾ വാങ്ങിച്ചിട്ടില്ല. സ്പൂണ് വളരെ ചെറുതാണ്. ഇതാ കയ്യിലെടുത്തിട്ട് തരണേ. എനിക്കിത് ഇളക്കി പരിചയമില്ല. അല്ല കയ്യിലുള്ള സ്പൂണേ മാറ്റിയെടുത്തിട്ട് വാ. നമ്മൾ കയ്യിൽ മാറ്റി നമ്മൾ ഇളക്കി മറിക്കുന്നു. തീ ഓഫ് ചെയ്യാടാ. നീ എങ്ങനെയുണ്ട് ചേട്ടാ ഈ ഇരുന്നിട്ടുള്ള പാചകത്തിൽ ബുദ്ധിമുട്ടാ. പാടല്ലേ, അത് അവർക്ക് പറ്റില്ല. നമുക്ക് എന്തൊക്കെയോ അപാകതകളുണ്ട് ശരീരത്തിന്. ഇനി ഇതിന്റെ മീതെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ചേർക്കണം. വെതറിന് ചേർക്കുന്നു പറയുന്നത് ഞാൻ.
നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ്. ഇപ്പൊ അത്രല്ലേ ഒടുക്കത്തെ കനാട്ടാ. എന്തിനാ പൊക്കി പിടിച്ച് നിക്കണേ അവിടെ വെച്ചോടെ. വെജിറ്റബിൾ നൂഡിൽസ് റെഡി. ഇനി ഞങ്ങള് ഇതിന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ വെജിറ്റബിൾ നൂഡിൽസ് റെഡി ആയി. ഞങ്ങൾ തിന്നാണ്. നമ്മൾ കോലും മറ്റേ എന്താ പറയാ ഫോർക്ക്, കത്തി മുള്ളൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ കൈ കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾക്ക് അറിയില്ല. ഈ സാധനം ചേർത്ത് കഴിക്കേണ്ടത് ടൊമാറ്റോ സോസ്, പിന്നെ ചില്ലി വിനെഗർ. അത് ഉണ്ടാക്കിയിട്ടില്ലേ? അതുണ്ടാക്കാവുന്നുള്ളൂ, പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് സോസ് ഇഷ്ടമല്ല. ഇത് ജഗ്ഗു സോസ് പിടിച്ച് വെക്കണേ. അപ്പോൾ നമ്മളതിൻ്റെ ടേസ്റ്റ് നോക്കാൻ പോകണം കേട്ടോ. കൈ കൊണ്ട് വാരി തിന്നണം. വാറ്റുന്നു. അപ്പൊ ഇത് ജഗ്ഗുവിന് കൊടുത്തു. സരിത എടുത്ത് തന്നെ. ഞാൻ സോസ് എടുത്ത് തിന്നില്ല കേട്ടാ. ഞാനും തൊട്ടുനാവും വെച്ചോ. ഇല്ല ചേട്ടാ, വില കുറവുണ്ടോ സാധനത്തിൽ? വില കുറവുണ്ടോ? എങ്ങനെയുണ്ട് സാധനം? അടിപൊളിയുണ്ട്. നമ്മൾ സാധാരണ നൂഡിൽസ് നമ്മൾ ഉണ്ടാക്കണത് വെറുതെ ഇത്തിരി വെള്ളത്തിൽ, അത് വേവാവുന്ന അത്ര വെള്ളത്തിൽ നമ്മളിടും. അതിലത്തെ ആ പാക്കറ്റ് മസാല പൊട്ടിച്ചിട്ട് അങ്ങനെയല്ല ചെയ്യുള്ളൂ. പക്ഷെ ഇതൊരു വെറൈറ്റി രീതി, വെറൈറ്റി രുചി. എരിവ് കൂടുതൽ ചേർക്കണേ കുരുമുളക് പൊടി ഇത്തിരി ചേർത്താൽ കുഴപ്പമില്ല. ചേർക്കേണ്ട ആവശ്യമുള്ളവർക്ക്. പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട്. ഈ വെജിറ്റബിൾസ് ഒക്കെ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചിട്ട് ഇതിട്ടിട്ടാക്കി കൂടെ. അപ്പൊ ഇതിന്റെ രസം പോവും. എന്നെ പോലുള്ളവർക്ക് കഴിക്കാനായിട്ട് ഇഷ്ടം വരില്ല. സോസ് തീരെ ഇഷ്ടം. അപ്പൊ സോസ് അധികം ചേർക്കണവർ ചേർത്തോ, പക്ഷെ വേറെ വിചാരിക്കും. ഇതാണ് നമ്മുടെ രീതി. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിച്ചോ, തിരിച്ചെടുത്തിട്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരം ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനുള്ള ഭക്ഷണം കേട്ടോ. ചോറ് ഇനിയിപ്പോ ചോറ് കഴിക്കേണ്ട ആവശ്യമില്ല. 5 മണി കഴിഞ്ഞു. അപ്പൊ നിങ്ങള് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ സാധനം. ജഗുവിന് എങ്ങനെ ഇഷ്ടമായ? കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ ഈ മറ്റേ ലീക്ക് എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് ഇല, അതൊക്കെ നമുക്ക് ഈ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഇങ്ങനെ നടു പൊളിച്ചിട്ട് കീറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെളിയും കാര്യങ്ങളുണ്ടോന്ന് നോക്കിയോളൂ കേട്ടോ. നന്നായി കഴിയോളൂ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ക്യാപ്സിക്കം ഞാൻ നല്ല ഭംഗിക്ക് പല കളർ വാങ്ങിച്ചെന്നുള്ളൂ. ആ മഞ്ഞയ്ക്കും ചുവപ്പിനും ഇത്തിരി കൂടുതൽ കാശുണ്ട്. പച്ചക്ക് ഭംഗി കൂടും. അല്ല, ഇതിന്റെ രീതി അങ്ങനെയാണ്. കാണാനായിട്ടൊരു ഗ്ലാമർ കൂടി വേണമല്ലോ നമ്മൾ പാചകം ചെയ്യുമ്പോൾ. അപ്പൊ അത് പിന്നെന്താ പറയാ, സരിത ടേസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കുക. വേറെ ഒന്നും പറയാനില്ല കേട്ടാ. അപ്പൊ അപ്പൊ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. വേറെ കഥകളൊന്നും ഈ നൂഡിൽസിൽ കഥകളുണ്ടോ? വല്ലതും ഇല്ല. കഥകൾ ഇപ്പൊ പറയുന്നതല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.